ഇപ്പം ഇൻകം ഫ്രം സാലറി അതുപോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന 2 ഹെഡ്സ് ഓഫ് ഇൻകം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. തേർഡ് ഹെഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓർ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ് ഓർ പ്രൊഫഷൻ ഇതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണ്, അതല്ലെങ്കിൽ പ്രൊഫഷൻ ആണെങ്കിൽ അതിൽ നിന്ന് ഗെയിൻ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഓണർ എങ്ങനെയാണ് ടാക്സ് പേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഇൻകം നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക്കലി നമുക്ക് അറിയണ ബിസിനസ് എന്താണ്, പ്രൊഫഷൻ എന്താണെന്നുള്ള തിയറിയൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നത് തന്നെയാണ്. നമ്മളുടെ ഇൻകം ടാക്സ് ആക്റ്റിലാണെന്നുണ്ടെങ്കിലും അപ്പോൾ ബിസിനസ്സും പ്രൊഫഷനൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ നോർമൽ ട്രേഡ്, കൊമേഴ്സ്, അതല്ലെങ്കിൽ മാനുഫാക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടാകാം. അതിൽ നിന്നൊക്കെ ഏൺ ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് ബിസിനസ് ഇൻകം, തേർഡ് ഹെഡ് ഓഫ് ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പ്രൊഫഷൻസ് ഉണ്ട്. ഇപ്പം ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, അക്കൗണ്ട്സ്, എൻജിനീയേഴ്സ്, ഇവരുടെയൊക്കെ ഇൻകം ഉണ്ടാകും. അവരുടെ പ്രൊഫഷണൽ ഇൻകം ബിസിനസ് ഇൻകത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അവർക്ക് മെയിനായിട്ട് അവരുടെ ക്ലയൻസ് എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇൻകം ഡിറൈവ് ചെയ്തുണ്ടാവുക. അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് എക്സ്പെൻസുകളും വരും. അപ്പോൾ പ്രൊഫഷനൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പോലെ ഒരു അക്കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടാകും. അതിൽ നിന്നാണ് നമ്മളുടെ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ബിസിനസ് ആവുന്ന സമയത്ത് മേ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആയിരിക്കാം. ഇതിൽ നിന്നായിരിക്കും നമുക്ക് ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്, ഇൻകം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി. തിയറി ബേസ്ഡ് ആയിട്ടുള്ളത് മാത്രമാണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരുമ്പം എങ്ങനെയാണ് ഒരു ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ബിസിനസ് ആവുന്ന സമയത്ത് അതിന് ഒരു ഇയറിൽ ഉണ്ടായിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും അതുപോലെ എല്ലാ ഇൻകം അവരെന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഷോ ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് അറൈവ് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. ബട്ട് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള സർട്ടീൻ എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ബേസിസിലാണ് ടാക്സ് പർപ്പസിന് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ടേംസിലായിരിക്കും, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് ഒക്കെ പറഞ്ഞ അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ഇൻകംസും വെച്ചിട്ടായിരിക്കും നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ പറഞ്ഞിരിക്കുന്ന അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസും ഇൻകംസും മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതല്ലാത്ത ഏതെങ്കിലും എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻകം ക്രെഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ അത് രണ്ടും നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഫോർമാറ്റിൽ ഇങ്ങനെയാണ് നമ്മൾ നോർമലി ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോർമലി നെറ്റ് പ്രോഫിറ്റ്, നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരിക്കും നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത്. അതിൽ നിന്ന് ഇൻകം ടാക്സ് ആക്റ്റിൽ പറഞ്ഞിട്ട്, അതായത് ഇൻകം ടാക്സ് ആക്റ്റിൽ ഈ ഒരു എക്സ്പെൻസ് ഡിസ്അലൗഡ് ആണ്, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല എന്ന് സ്പെസിഫിക്കലി നോട്ട് ചെയ്തിട്ടുള്ളൊരു ഏതെങ്കിലും എക്സ്പെൻസുകൾ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓൾറെഡി ഡെബിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം കറക്റ്റ് ബിസിനസ് ഇൻകത്തിലെത്താൻ വേണ്ടിയിട്ട്. ഇതാണ് ആദ്യത്തെ പോയിന്റ് കൊടുത്തുള്ളത്. എക്സ്പെൻസ് ഓർ ലോസസ് ഡിസ്അലൗഡ് ബട്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിസ്അലൗഡ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിസ്അലൗ ചെയ്തിട്ടുള്ള എനി എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസസ് നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. രണ്ടാമത് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം, അലൗഡ് ഇൻകം ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം ടാക്സ് ആക്റ്റിൽ നമ്മൾ ശരിക്കും ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരൈറ്റം തന്നെയാണ്. അതായത് ഇൻകം സൈഡ് നമ്മൾ എല്ലാ ഐറ്റം ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം അതുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻകത്തിനോട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കൂട്ടുന്നതായിട്ടാണ്.
അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അലൗഡ് ഇൻകം ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Then third one, expense in connection or in excess of the allowed amount debited to profit and loss account. അതായത് ശരിക്കും നമ്മൾ എത്രയാണോ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് അല്ലെങ്കിൽ അലൗവബിൾ ആയിട്ടുള്ള എമൗണ്ട് അതിനും കൂടുതലായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 1000 രൂപ ലെസ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ 1500 രൂപ ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് നമ്മളൊരു 500 രൂപ അവിടെ ലെസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് നമ്മൾ എക്സസ് ആയിട്ട് ലെസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ആ ഒരു ഈ കേസിൽ പറയുകയാണെങ്കിൽ എക്സ്ട്രാ നമ്മൾ ലെസ് ചെയ്ത് പോയിട്ടുള്ള 500 തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓർ ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് വാല്യൂ ചെയ്യുന്നത് അറിയാം. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ശരിക്കും ഒരു 10,000 കാണിക്കേണ്ട ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളിപ്പം കാണിച്ചിട്ടുള്ളത് 8,000 ആയിട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അതിനനുസരിച്ച് കുറഞ്ഞ് കിടക്കുമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 10,000 കാണിക്കുന്ന സ്ഥലത്ത് 8,000 കാണിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 2,000 കൂടെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ ക്രെഡിറ്റിൽ ശരിക്കും കാണിക്കണമായിരുന്നു. അപ്പോൾ ആ എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ട ആ 2,000 നമുക്ക് ആഡ് ചെയ്യാം. അതാണ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ അത് എത്രയാണോ ആഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ശരിക്കും 5,000 ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഒരു 6,000 ആണ്. 1,000 എക്സ്ട്രാ ആയിട്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ വാല്യൂ ചെയ്തിട്ടുള്ള 1,000 അത് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതായത് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ടാവുക. ഡെബിറ്റ് സൈഡിൽ 1,000 നമ്മൾ എക്സ്ട്രാ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഡിഫ്ലേറ്റഡ് ആയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഒരു എക്സ്പെൻസ് അധികം കാണിച്ചാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അതിനനുസരിച്ച് കുറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കൂട്ടി കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് പോയിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്കും അല്ലെ ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്തതായിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഫോർമാറ്റിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ച് വെക്കുക. അതൊക്കെയാണ് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ലെസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. എക്സ്പെൻസ് ഓർ ലോസസ് അലൗഡ് ബട്ട് നോട്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അലൗഡ് എക്സ്പെൻസ് ആണ്, അതായത് ശരിക്കും നമുക്ക് ലെസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് തന്നെയാണ്, പക്ഷേ നമ്മൾ ലെസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലെസ് ചെയ്യാം. ദെൻ ഇൻകം നോട്ട് ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ് ബട്ട് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് അലൗഡ് ആയിട്ടുള്ള ഇൻകം ആണ്, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അലൗഡ് നോർമലി ചെയ്യേണ്ടാത്ത ഇൻകം ആയിരുന്നു, പക്ഷേ നമ്മളത് ക്രെഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് മറ്റ് ഹെഡ്സ് എന്നുള്ള ഇൻകം ഉണ്ടാകും, അതായത് ഡിവിഡൻ്റ് ആയിട്ട് കിട്ടുന്നതോ അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം അല്ലെങ്കിൽ അതർ സോഴ്സസ് നിന്ന് കിട്ടുന്ന ഇൻകം, ഇതൊന്നും ബിസിനസ്സിൻ്റെ ഇൻകം അല്ല, പക്ഷേ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മളുടെ ഇൻകം, ബിസിനസ് ഇൻകം എന്ന് പറയുന്നതിൽ ഈ ഇൻകമൊക്കെ അതിൽ ആഡായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റേതല്ലാത്ത ഇൻകം എന്ത് ചെയ്യണം, ലെസ് ചെയ്തതായിട്ട് കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ ആഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ദെൻ ഇൻകം എക്സംപ്റ്റ് ഫ്രം ടാക്സ് ബട്ട് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഇപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം എന്നൊക്കെ പറയുന്നത് എക്സംപ്റ്റഡ് ആണ്, പക്ഷേ നമ്മളത് ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യണം, അത് ബിസിനസ്സിൻ്റെ ഇൻകം അല്ല. ദെൻ നേരത്തെ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓർ അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നേരത്തെ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്താലും അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ നെറ്റ് പ്രോഫിറ്റ് അതിനനുസരിച്ച് കൂടിയിട്ടാണ് കാണിക്കുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങളും ലെസ് ചെയ്യുക. ഇങ്ങനെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഡിറൈവ് ചെയ്യാം. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ. ഓക്കെ, ഇനി അത് നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റിന് പകരം ലോസാണ്, നെറ്റ് ലോസാണ് നമ്മളുടെ തന്നിരിക്കുന്ന ഫിഗറിലുള്ളതെങ്കിൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യാം. അതായത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ലെസ് ചെയ്യുക, ലെസ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അത്രമാത്രം അതിൽ നോക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആകുമ്പോൾ ഒരു സൈഡിൽ ഇൻകം ആൻഡ് അതുപോലെ മറ്റേ സൈഡിൽ എക്സ്പെൻഡിച്ചർ. സെയിം റിസീപ്റ്റ് പേയ്മെൻറ്റ് ആവുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. അതിലെന്തുണ്ടായിരിക്കില്ല, നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവില്ല. ഒരു കൊല്ലമുള്ള എല്ലാ ഇൻകവും ഒരു കൊല്ലം തന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും മാത്രമായിരിക്കും അതിൽ ഷോ ചെയ്തിട്ടുണ്ടാവുക.
അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളുടെ ബിസിനസ്സിൻ്റേതായിട്ടുള്ള എല്ലാ ഇൻകം ആഡ് ചെയ്യുക, അതിന്ന് ബിസിനസ്സിൻ്റേതായിട്ടുള്ള എല്ലാ അഡ്മിസിബിൾ എക്സ്പെൻസുകളും ലെസ് ചെയ്യുക, അതുപോലെ തന്നെ ലോസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ലെസ് ചെയ്യുക. ഓക്കെ, അപ്പം റെസിപ്റ്റ് പേയ്മെൻറ്റും അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റായിട്ട് അഡ്മിസിബിൾ ഇൻകം ആൻഡ് അഡ്മിസിബിൾ എക്സ്പെൻസുകൾ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. നേരെ തിരിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമുക്ക് തന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡിറൈവ് ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ആഡ് ബാക്ക് ചെയ്യണം, ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻകംസും ലെസ് ചെയ്യുകയും വേണം. ഇതാണ് ബേസിക്കലി നമുക്ക് നോക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം ആസ്പെക്റ്റിൽ. ഇനി എന്തൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ അലൗഡ് എക്സ്പെൻസ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അത് ഓരോ പ്രോബ്ലം വരുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ അതിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ഓരോ പ്രോബ്ലത്തിലും എല്ലാ ഐറ്റവും വരണമെന്നില്ല, പലതിലും പലതായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അത് ഓരോന്നൊന്ന് നോക്കുക. കോമൺ ആയിട്ട് വരുന്ന ഡിസലൗഡ് എക്സ്പെൻസ്, അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നതെങ്കിൽ അതിൽ ആഡ് ചെയ്യേണ്ട ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്നാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഇൻകം ടാക്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് അല്ല, അതുകൊണ്ട് അത് ആഡ് ബാക്ക് ചെയ്യണം ഓൾറെഡി ഡെബിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ. ദെൻ പേയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഗ്രാറ്റുവിറ്റി, ഏത് തരം പ്രൊവിഷൻസ് ആണെന്നുണ്ടെങ്കിലും അതൊരു എക്സ്പെൻസ് അല്ല, റിയൽ എക്സ്പെൻസ് അല്ലാത്തത് കൊണ്ട് അതിനൊക്കെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം ഏത് പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിലും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, അത് നോട്ട് ചെയ്യണം. എംപ്ലോയർ അയാൾക്ക് വേണ്ടിയിട്ട് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് അല്ല, അതുകൊണ്ട് അത് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ പേഴ്സണൽ എക്സ്പെൻസ്, അതായത് ബിസിനസ് ഓണറിന് വന്നിട്ടുള്ള പേഴ്സണൽ എക്സ്പെൻസ്, അയാളുടെ പ്രോപ്പർട്ടീൻ്റെ ടാക്സ് അടയ്ക്കുക അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വന്നിട്ടുള്ള മറ്റേതെങ്കിലും ചിലവുകൾ, അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് അല്ല, സോ ഡിസലൗഡ് ആണ്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്, അതായത് ക്യാപിറ്റൽ അസറ്റൊക്കെ വാങ്ങുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊന്നും കാണിക്കേണ്ട ഐറ്റമല്ല, അതുകൊണ്ട് അതൊക്കെ ഡിസലൗഡ് ആണ്. ദെൻ പേയ്മെൻറ്റ് ഇൻ ക്യാഷ് എക്സീഡിങ് ₹10,000 പെർ ഡേ ഇൻ അഗ്രിഗേറ്റ് പെർ പേഴ്സൺ, ഏതെങ്കിലും ഒരു പേഴ്സണിന് നമ്മൾ 10,000 അല്ലെങ്കിൽ 10,000-ൽ കൂടുതൽ എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണ്, അറ്റ് എ ടൈം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസലൗഡ് ആയിട്ട് മാറും. 10,000-ൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻസ് എപ്പോഴും നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ടോ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അതല്ലാന്നുണ്ടെങ്കിൽ എൻറ്റയർ എമൗണ്ടും ടാക്സബിൾ ആയിട്ട് മാറും. ദെൻ ട്രാൻസ്ഫർ ടു റിസർവ്, ദെൻ ഡൊണേഷൻ, ചാരിറ്റി, പ്രസൻറ്റ് ആൻഡ് ഗിഫ്റ്റ് നോട്ട് ഫോർ ബിസിനസ്, അതായത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതും ഉണ്ടാകും അല്ലാതെ കിട്ടുന്നതും, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതും ഉണ്ടാകും അല്ലാതെ കൊടുക്കുന്നതും ഉണ്ടാകും. ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത ഈ പ്രസൻസ്, ഗിഫ്റ്റൊക്കെ ഡിസലൗഡ് ആണ്. അതുപോലെ നമ്മൾ ചാരിറ്റിക്ക് കൊടുക്കുന്നത്, ഡൊണേഷൻ കൊടുക്കുന്നതൊക്കെ ഡിസലൗഡ് ആണ്. ദെൻ പെനാൽറ്റി ഫോർ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ലോ, അതായത് ബിസിനസ്സിൻ്റെ ഭാഗമല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ അത് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ നമുക്ക് പറ്റില്ല, ഡിസലൗഡ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഓണർ അയാളുടെ ഒരു ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ആവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കുക, അല്ലെങ്കിൽ അയാളുടെ പാരൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ലോൺ എടുക്കുകയാണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, ലിറ്റിഗേഷൻ എക്സ്പെൻസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്, ലിറ്റിഗേഷൻ എക്സ്പെൻസ് മീൻസ് ലീഗൽ എക്സ്പെൻസുകളാണ്, ബിസിനസ്സിൻ്റേതല്ലാത്തത്. നോർമൽ കേസിൽ ലീഗൽ എക്സ്പെൻസുകൾ പെർമിസിബിൾ ആണ്, ബിസിനസ്സിൻ്റേതല്ലാത്ത ഏതെങ്കിലും ലീഗൽ എക്സ്പെൻസ് വരികയാണെങ്കിൽ അത് ഡിസലൗഡ് ആവും. ദെൻ ഡിവിഡൻഡ് പെയ്ഡ് ഓർ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, എക്സസ് ഡിപ്രിസിയേഷൻ ആൻഡ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസ്. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ എന്തൊക്കെയായിരിക്കും? ഇതല്ലാത്തതൊക്കെ അലൗഡ് തന്നെയായിരിക്കും. നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന എല്ലാ എക്സ്പെൻസുകളും അലൗഡ് എക്സ്പെൻസുകളാണ്. അതിലെന്തൊക്കെ വരും? എക്സ്പെൻസ് ഇൻ കണക്ഷൻ വിത്ത് ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്, ഡിപ്രിസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് റൂൾസ്, ആസ് പെർ ഇൻകം ടാക്സ് റൂൾസ്, അത് നോട്ട് ചെയ്യുക. അക്കൗണ്ടിങ് ടേംസിലാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തതെങ്കിൽ അത് അലൗഡ് അല്ല. ഇൻകം ടാക്സ് റൂള് പ്രകാരം നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ മാത്രമേ നമുക്ക് അലൗബിൾ ആയിട്ട് മാറുന്നുള്ളൂ. എനി നോർമൽ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ദ കണ്ടക്ട് ഓഫ് ബിസിനസ്,
അതായത് സാധാരണ ഓഫീസ്, സ്റ്റേഷനറി ഇതൊക്കെ വാങ്ങുന്ന എക്സ്പെൻസുകൾ, ഇലക്ട്രിസിറ്റി ചാർജസ്, ഇതൊക്കെ സാധാരണ ബിസിനസ്സിൽ വരുന്ന, നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന എക്സ്പെൻസുകളാണ്. ഇതൊക്കെ അഡ്മിസിബിളാണ്. ദെൻ എക്സ്പെൻഡിച്ചർ ഓൺ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്, അത് കറണ്ട് ഇയറിൽ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ മൊത്തമായിട്ട് നമുക്ക് ഇയറിൽ തന്നെ ഡിഡക്റ്റ് ചെയ്യാം. അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/5 പോർഷൻ മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് നോക്കാം. ദെൻ ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്, നോർമൽ കോഴ്സിൽ വരുന്നത് തന്നെയാണ്. പ്രൊവിഷൻ അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സ്റ്റോക്ക് ഓർ അസെറ്റ്, അതായത് നമ്മൾ അസറ്റിൻ്റെയൊക്കെ ലോസ് അല്ലെങ്കിൽ ഡാമേജസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഷുറൻസ് എടുക്കുന്നതൊക്കെ എന്താണ്, ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ പ്രൊവിഷനൊക്കെ അലൗഡ് ആണ്. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ എനി അതർ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട്, അത് സ്റ്റാഫ് വെൽഫെയർ ഫണ്ട് ഈസ് നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട്, അതല്ലാത്ത മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അലൗഡ് ആണ്. ദെൻ ലീഗൽ എക്സ്പെൻസസ്, നോർമൽ ലീഗൽ എക്സ്പെൻസസ്, ബിസിനസ്സിൻ്റേതല്ലാത്ത ലീഗൽ എക്സ്പെൻസുകളാണ് നേരത്തെ ഇൻഅഡ്മിസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ പ്രൊഫഷണൽ ടാക്സ്, അത് ഇൻകം ടാക്സ് അല്ല, ബിസിനസ്സിൻ്റെ പ്രൊഫഷണൽ ടാക്സ് ആണ് ഉദ്ദേശിച്ചത്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഓർ കൊമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ എംപ്ലോയീസ്, ഡാമേജ് ഓഫ് സ്റ്റോക്ക്, ലൈഫ് ഓഫ് ക്യാറ്റിൽ, ഇതൊക്കെ പെർമിസിബിൾ ആണ്. ലൈഫ് ഇൻഷുറൻസ് മാത്രമാണ് ഇൻഅഡ്മിസിബിൾ. ദെൻ എക്സ്പെൻസ് ഓൺ സർട്ടൻ ഒക്കേഷൻസ്, ദീപാവലി പോലത്തെ എന്തെങ്കിലും ഫെസ്റ്റിവൽ എക്സ്പെൻസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അഡ്മിസിബിൾ ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഓർ എക്സ്പെൻസുകൾ, ഇതൊക്കെ അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. ഇതാണ് എക്സ്പെൻസിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഇൻകത്തിൻ്റെ കേസാണെങ്കിൽ നോർമൽ കോഴ്സിൽ വരുന്ന എല്ലാ ഇൻകം, പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടോ ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ അതിൽ കിട്ടുന്ന ഇൻകമൊക്കെ അലൗഡ് ആണ്. ഡിസലൗഡ് ആയിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും? മറ്റ് ഹെഡ്സിലേക്ക് പോവേണ്ട ഇൻകംസ് ഉണ്ടാവും. അതായത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിങ് ഡിബെഞ്ചേഴ്സ് ഓർ ബാങ്ക്, ഡിവിഡൻഡ്, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ, ഇതൊക്കെ മറ്റ് ഹെഡ്സ് ഓഫ് ഇൻകത്തിലേക്ക് ചാർജബിൾ ആയിട്ടുള്ളതാണ്. അത് നമ്മൾ ബിസിനസ് ഇൻകം കാണുന്നതിലേക്ക് ആഡ് ആക്കി പോയിട്ടുണ്ടെങ്കിൽ ഡിസലൗഡ് ആണ്. അതൊക്കെ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. ദെൻ പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓർ റിവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഫിക്സ്ഡ് അസെറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അതുപോലെ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസലൗഡ് ഇൻകവുമാണ്. ദെൻ ഇൻകം ടാക്സ് റീഫണ്ട്, ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് മാത്രമാണ് ഡിസലൗഡ്. ക്ലയൻസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടോ കിട്ടുന്ന ഗിഫ്റ്റുകളാണെങ്കിൽ അത് അലൗഡ് ആണ്. എനി അതർ ക്യാപിറ്റൽ റിസീവ്ഡ്, അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് അതർ കൈൻഡ് ഓഫ് എക്സംപ്റ്റഡ് ഇൻകം ഒക്കെ ഡിസലൗഡ് തന്നെയാണ്. ദെൻ ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് റിക്കവേർഡ് ഇഫ് ബാഡ് ഡെപ്റ്റ് വേർ നോട്ട് അലൗഡ് ഏർലിയർ, അതായത് നമ്മൾ മുന്നേ ഏതെങ്കിലും കാലത്ത് കൊടുത്തിട്ടുള്ള ഒരു ബാഡ് ഡെപ്റ്റ് ഇക്കൊല്ലം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് പെർമിസിബിൾ ആണ്. ഏർലിയർ പീരീഡിൽ കൊടുത്തിട്ടുള്ള ഒരു ബാഡ് ഡെപ്റ്റ് ഇക്കൊല്ലാണ് നമ്മൾക്ക് റിക്കവർ ചെയ്യുന്നത്. മുന്നേ ഒരു 5000 രൂപേൻ്റെ ബാഡ് ഡെറ്റ് ഉണ്ടായിരുന്നു 2-3 കൊല്ലം മുന്നേ, അത് ഇക്കൊല്ലം നമ്മൾ റിസീവ് ചെയ്യണമെങ്കിൽ അതിൽ പെർമിസിബിൾ ആണ്. ഈ ഇയറിൽ തന്നെ നമ്മൾ ബാഡ് ഡെറ്റായിട്ട് കണക്കാക്കി അത് ഇക്കൊല്ലം തന്നെ നമുക്ക് റിക്കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തല്ല, ബിസിനസ്സിൻ്റെ ഇൻകമായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ഡിസലൗഡ് ഇൻകമായിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അലൗഡ് ഏർലിയർ ആണെങ്കിൽ അത് അലൗബിൾ എക്സ്പെൻസ് ഇൻകമാണ്. നോട്ട് അലൗഡ് ഏർലിയർ ആണെങ്കിൽ, അത് മുന്നേ കൊടുക്കാത്തൊരു ഇൻകം ആണെന്നുണ്ടെങ്കിൽ അത് ഡിസലൗഡും ആണ്. ഇനി പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള 1-2 പ്രൊവിഷനാണ്. ഇത് നിങ്ങൾക്ക് അടുത്ത സെമ്മിലേക്കാണ് കൂടുതൽ പ്രാക്ടിക്കലി യൂസ് ചെയ്യേണ്ടി വരിക. എന്നാലും അതിവിടെ തിയറി ഒന്ന് പഠിച്ച് വയ്ക്കുക. സെക്ഷൻ 40B പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് 12% കൂടുതലാണെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഡിസലൗഡായിട്ട് മാറും, ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടത് മാറും. അതുപോലെ പാർട്ട്നേഴ്സിനൊക്കെ കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അതായത് സാലറി, ബോണസ്, കമ്മീഷൻ, ഇങ്ങനെ റെമ്യൂണറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വരെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസലൗഡായിട്ട് മാറും, നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബുക്ക് പ്രോഫിറ്റ്, ബിസിനസ്സിൻ്റെ ബുക്ക് പ്രോഫിറ്റ് എത്രയാണോ ആ ബുക്ക് പ്രോഫിറ്റ് ആദ്യത്തെ 3 lakhൻ്റെ മുകളിൽ, ആദ്യത്തെ ബുക്ക് പ്രോഫിറ്റ് ഒരു 5 lakh ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 3 lakhൻ്റെ മുകളിൽ 3 lakh or 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ്
നമ്മൾ കാണും. ദെൻ ബാലൻസ് 5 lakh ആണെങ്കിൽ ബാലൻസ് ഒരു 2 lakh കൂടെ ഉണ്ടാവും. ആ 2 lakhൻ്റെ മുകളിൽ 60% കാണാം. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ലിമിറ്റ് ഓഫ് റെമ്യൂണറേഷൻ എത്രയാണെന്നുള്ളത് കിട്ടും. അതിലും കൂടുതൽ നമുക്ക് വർക്കിംഗ് പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസലൗഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 3 lakh വരെ നമുക്ക് റെമ്യൂണറേഷൻ കൊടുത്തിട്ടുള്ളത് അലൗവബിൾ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് തിയറി നോക്കി വെക്കുക. പിന്നെ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം റേറ്റ് ഓഫ് ഡിപ്രിസിയേഷനാണ്. ഇത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷനും നോട്ട് ചെയ്ത് വെക്കുക. സാധാരണ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഐറ്റംസ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിപ്രിസിയേഷൻ നമ്മൾ സാധാരണ ചാർജ് ചെയ്യുന്നത് ക്യാപിറ്റൽ അസറ്റിൻ്റെ മുകളിലാണ്. ആ അസറ്റ് അസസി ഓൺ ചെയ്യുന്നതായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യുന്ന അസറ്റും ആയിരിക്കണം. ഇനി അസറ്റിൻ്റെ മുകളിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഇൻഡിവിജ്വലി അല്ല, ഓരോ അസറ്റിൻ്റെ മുകളിലല്ല, ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെ മുകളിലാണ്. നിങ്ങൾ തിയറിയും കൂടെ പഠിച്ചു വയ്ക്കണം. ബ്ലോക്ക് ഓഫ് അസറ്റ് എന്താണെന്നുള്ളത് കളക്ഷൻ ഓഫ് അസറ്റാണ്. ഇപ്പം ഒരേ ചാർജ് വരുന്ന, അതായത് 10% റേറ്റ് വരുന്ന ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ എല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ചാണ് ടാക്സ് ചെയ്യുന്നത്. അല്ലാതെ ഓരോ ബിൽഡിങ്ങിനും സെപ്പറേറ്റ് ഡിപ്രിസിയേഷൻ അല്ല നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെ മുകളിലാണ്, സിമിലർ കൈൻഡ് ഓഫ് അസറ്റിനെ ഒരു ബ്ലോക്കായിട്ട് കണ്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അത് ഈ റേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, പ്രോബ്ലം വരുമ്പം ആവശ്യമാവും. ഇത് ലാസ്റ്റ്ലി കുറച്ച് നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് പേയ്മെൻറ്റ്സ് 10,000 മുകളിലാണെന്നുണ്ടെങ്കിൽ അത് ചെക്കായിട്ടോ അല്ലെങ്കിൽ DD ആയിട്ടോ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഡിസലൗഡായിട്ട് മാറുന്ന, നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിൻ്റ് തന്നെയാണത്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ആ ക്യാഷ് പേയ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ട്രാൻസ്പോർട്ട് കമ്പനി ആണെങ്കിൽ മാക്സിമം 35,000 വരെ നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം. അതിൽ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസലൗഡായിട്ട് മാറും. അതായത് അത് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കുന്ന ഒരു എക്സ്പെൻഡിച്ചറായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടാക്സബിളായിട്ട് മാറും. ദെൻ ഗിഫ്റ്റ് ഫ്രം ക്ലയൻറ്റ് ഇസ് ബിസിനസ് ഇൻകം, വെറാസ് ഗിഫ്റ്റ് ഓൺ പേഴ്സണൽ ഒക്കേഷൻ ഈസ് ഡിസലൗഡ്. നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലയൻറ്റിന് കയ്യിൽ നിന്ന് കിട്ടുന്നത് ബിസിനസ്സിൻ്റെ ഇൻകം തന്നെയാണ്, പക്ഷേ പേഴ്സണൽ നമ്മുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റ് ഒക്കേഷൻസിനോ കിട്ടുന്നത് ഡിസലൗഡ് ഇൻകമാണ്. Then purchase of stationery is allowable expense, whereas purchase of capital asset is not business expense. അടുത്തത്, നമ്മൾ സാധാരണ സ്റ്റേഷനറി അല്ലെങ്കിൽ സ്റ്റോക്കൊക്കെ വാങ്ങുന്നത് നമ്മളുടെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക. അതേസമയം നമ്മളൊരു അസറ്റ് വാങ്ങുന്ന സമയത്ത് അസറ്റ് വാങ്ങിക്കുന്ന വില നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസ് അല്ല. പക്ഷേ അതിൻ്റെ ഡിപ്രിസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ് പ്രോഫിറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നൊരു എക്സ്പെൻസാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ ക്യാപിറ്റൽ അസറ്റിൻ്റെ വാല്യൂ മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം അല്ല. ദെൻ എക്സസ് ഡിപ്രിസിയേഷൻ ഡിസലൗഡ് ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സസ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഡിപ്രിസിയേഷൻ ആൻഡ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് ശരിക്കും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഡിപ്രിസിയേഷൻ, ഇത് അലൗഡ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസിനാണ് എക്സസ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 500 രൂപയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഡിപ്രിസിയേഷൻ. പക്ഷേ നമ്മളിപ്പം ഓൾറെഡി ഡെബിറ്റ് ചെയ്ത് പോയിരിക്കുന്നത് 700 രൂപയാണെങ്കിൽ ആ എക്സസ് ആയിട്ട് ഒരു 200 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ 200-നെയാണ് എക്സസ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ദെൻ ഇൻഷുറൻസ് പ്രീമിയം ഓൺ സ്റ്റോക്ക്, എംപ്ലോയീസ്, ഫയർ, ഇതൊക്കെ അലൗഡ് ആണ്. പക്ഷേ LIC പ്രീമിയം എന്ന് പറയുന്നത് ഡിസലൗഡ് ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ദെൻ എക്സസീവ് പേയ്മെൻറ്റ് ടു സ്പെസിഫിക് പേഴ്സൺ ഇസ് ഡിസലൗഡ് ഇഫ് ഇറ്റ് എക്സീഡ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് സച്ച് ഗുഡ്സ്. സാധാരണ മാർക്കറ്റിൽ നമുക്ക് 500 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ 1000 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസലൗഡ് ആണ്. ഓക്കെ, 500-ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. പക്ഷേ അത് നമ്മൾ ഒരാളത്തു നിന്ന് 1000 റുപ്പീസിന് വാങ്ങുകയാണെങ്കിൽ എത്രയാണോ നമ്മൾ എക്സസ് ആയിട്ട് ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത്, അതായത് മാർക്കറ്റ് റേറ്റ് വരെ നമുക്ക് അലൗവബിൾ എക്സ്പെൻസ് ആണ്, അതിനും മുകളിലാണ് നമ്മൾ ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തതെങ്കിൽ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഡിസലൗഡ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കും. അത് തിരിച്ച് നമ്മളുടെ
നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ദെൻ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് വിച്ച് വെർ അലൗഡ് ഏർലിയർ ഈസ് അഡ്മിസിബിൾ ഇൻകം, അതർവൈസ് നോട്ട്. നേരത്തെ പറഞ്ഞു, ഏർലിയർ പീരീഡിൽ നമ്മൾ എപ്പോഴെങ്കിലും ബാഡ് ഡെറ്റ് ആയിട്ട് കണക്കാക്കിയൊരു ഡെപ്റ്റ് എമൗണ്ട് ഇക്കൊല്ലം നമുക്ക് റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അഡ്മിസിബിൾ ആണ്. അതല്ല ഈ കൊല്ലം തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ളൊരു ബാഡ് ഡെപ്റ്റ് പെട്ടെന്ന് തന്നെ നമ്മൾ റിക്കവർ ചെയ്തതായിട്ട് കാണിക്കുകയാണെങ്കിൽ അത് ഡിസലൗഡ് ഇൻകം ആണ്. ഓക്കെ. ദെൻ ഇഫ് ദർ ഇസ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, അതായത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ കൂടെ തന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലുള്ള കേസാണത് പറഞ്ഞിട്ടുള്ളത്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് മുന്നേ നമുക്ക് കഴിഞ്ഞ കൊല്ലം വന്നിട്ടുള്ള ഒരു ഡിപ്രിസിയേഷൻ ആ കൊല്ലത്തെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കാം. അതിനാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് കൊണ്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഡിപ്രിസിയേഷൻ. അങ്ങനെ എന്തെങ്കിലും ഒരു അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഇയർത്തെ ബിസിനസ് ഇൻകം വെച്ചിട്ട് അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുമ്പം ഇക്കൊല്ലം എന്തെങ്കിലും ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ലെസ് ചെയ്യുക. അതുപോലെ കഴിഞ്ഞ കൊല്ലത്തെ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് ഉണ്ടായിരുന്നെങ്കിൽ അതും നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക. അതിനുശേഷം ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഓർഡർ നമുക്ക് കീപ്പ് ചെയ്യണം. അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ കറണ്ട് ഇയർത്തെ ബിസിനസ് ഇൻകം യൂസ് ചെയ്തിട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ പല സ്ഥലത്തായിട്ട് യൂസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ഓക്കെ.